അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങേ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിലെ 107 സൂക്തമാണിത്. ഈ ഒരൊറ്റ ആയത്ത് മതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാതൊരു വേർതിരിവുമില്ലാതെ ലോകത്തെല്ലാവർക്കും കാരുണ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് മുഫസ്സിറുകൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതര മതസ്ഥർക്കും കാരുണ്യമായിരുന്നു. സമാനമായ ഒരുപാട് ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഈ ആശയം നമുക്ക് മനസ്സിലാക്കാനാകും. കാരുണ്യവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലും കൽപ്പനകളിൽ പോലും മുസ്ലിം അമുസ്ലിം എന്ന യാതൊരു വേർതിരിവുമില്ലാതെ ലോകർ, ജനങ്ങൾ, മനുഷ്യർ തുടങ്ങിയ വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള പ്രയോഗങ്ങളിലൂടെ ഇതര മതസ്ഥരോടുള്ള ഉത്തമമായൊരു സഹവർത്തിത്വം സ്വീകരിക്കുകയാണ്, പഠിപ്പിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുള്ളത്. നമുക്കേവർക്കും അറിയുന്നത് പോലെ ഇസ്ലാം ഒരിക്കലും യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെല്ലാം അനിവാര്യതകളായിരുന്നു. എന്നാൽ അക്കാലത്ത് ശത്രുക്കളുടെ ഭാര്യമാരെയും കുട്ടികളെയും യാതൊരു ദയവുമില്ലാതെ കൊല്ലുന്ന പതിവുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിൽ അത്തരം പ്രവണതകളെ ശക്തമായി എതിർക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ ഒരു യുദ്ധത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞപ്പോൾ വളരെ ഗൗരവത്തോടെ മഹാനെ തിരുത്തുന്ന സംഭവം സുനനുകൾ ഉദ്ധരിച്ചതായി കാണാം. അത്തരം യുദ്ധങ്ങളിലും മറ്റും അറസ്റ്റ് ചെയ്യപ്പെട്ടവരോട് ഏത് രീതിയിലും പ്രതികാരം തീർക്കാൻ അവസരം ലഭിച്ചിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ന്യായമായേ അവരോട് പെരുമാറാവൂ എന്ന് പഠിപ്പിക്കുകയും അങ്ങനെ അവരോട് ന്യായമായി പെരുമാറിയാൽ, നല്ല രീതിയിൽ പെരുമാറിയാലുള്ള മഹത്വത്തെയും പ്രതിഫലത്തെയും മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. സൂറത്തുൽ ഇൻസാനിൻ്റെ 8-9 ആയത്തുകളിൽ നമുക്കിതിൻ്റെ മഹത്വം മനസ്സിലാക്കാനാകും. പ്രയാസങ്ങൾ അസഹ്യമായ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് മറുപടി നൽകിയത് ഇന്നി ലം ഉബ്അസ് ലആനൻ വ ഇന്നമാ ബുഇസ്തു റഹ്മ. അങ്ങനെ അവർക്കെതിരെ ദുആ ചെയ്യാനോ ശപിക്കാനോ അല്ല അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. Assalamu alaikum wa rahmatullahi ta'ala barakatuh. In this auspicious occasion, I would like to translate this video. The Quran says that the Prophet sallallahu alaihi wasallam came here for the humble to make the people humble. Prophet sallallahu alaihi wasallam always made his all humble for the Muslims and for non-Muslims also. Prophet sallallahu alaihi wasallam teaches to show mercy for all the peoples in the world without looking their religion, whether they are Muslims or non-Muslims. Prophet sallallahu alaihi wasallam used the terms like the pupils or humans. He not used the words like non-Muslims or other words. As we know, the Islam not supported for the war, but in the very
urgent time only the wars were happened. But in that wars, Prophet didn't support to kill the women and the children. Prophet sallallahu alaihi wasallam prohibited the killing of women and children. Once Khalid bin Walid radiyallahu anhu went for a war. In that, one lady was murdered. This news reached to Prophet sallallahu alaihi wasallam. This news made Prophet sallallahu alaihi wasallam angry, and he made a warning to Khalid bin Walid radiyallahu anhu. The Surat Insan teaches us the merciful life to our humans without looking they are Muslim or non-Muslim. Sunan Ibn reports this hadith. So we have to show merciful to all the peoples in the world. When problems were increased, Prophet never pushed to perform their works. I conclude. Wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaikum.